വെല്ലുവിളി ഒന്ന് ഒരു വലിയൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട് സിനിമയിൽ. നമുക്ക് എപ്പം സംഭവിക്കും എന്ന് നമുക്ക് ഇതിനോട്ട് ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇതിനോട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പൊ ആ ഒരു ആത്മവിശ്വാസം ഒരിക്കൽ പോലും പോയിട്ടില്ലായിരുന്നു. അതിങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ ഇത് എപ്പോൾ സംഭവിക്കും എന്നുള്ള ഒരു ഒരു വലിയൊരു അനിശ്ചിതത്വമുണ്ട്. അതായത് പ്രത്യേകിച്ച് സിനിമ ഫീൽഡിൽ ആദ്യത്തെ സിനിമ ഞാനൊരു സിനിമ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ അത് കുറച്ചൊരു പിന്നെയാണ് ഒരു റൈറ്റർ ആകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ആദ്യം ഫിലിം ഫീൽഡിലോട്ട് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഡയറക്ഷൻ എന്തെങ്കിലും നോക്കിയാൽ മതി എന്ന് പിന്നെയാണ് പതുക്കെ ഗ്രാജുവലി ഡയറക്ഷൻ എന്നൊരു സാധനം കയറി കയറി വന്നത്. അപ്പം ഫസ്റ്റ് ഡയറക്ഷൻ ചെയ്യുക എന്നുള്ള പരിപാടിയിൽ ഒരുപാട് പേര് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം നല്ലതാണോ മോശമാണോ അതിനേക്കാൾ ഉപരി ഒരു സാധനം ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലോട്ട് പിച്ച് ചെയ്യുക എന്നൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതുപോലെ നൂറുകണക്കിന് എൻക്വയറീസ് ആണ് ഡെയിലി വരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളെപ്പോലെ ഒരാളെ പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ്. ആ ഒരു പ്രോസസ്സാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അതിപ്പോഴും നമ്മുടെ പിയർ ഗ്രൂപ്പ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടത്തിൽ ഉള്ള സിനിമ ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അതിന് കൃത്യമായിട്ടൊരു പരിഹാര മാർഗവും നമുക്ക് പറയാനായിട്ടില്ല. കാരണം അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചും വേറൊരു കൈൻഡ് ഓഫ് പ്രഷറിലാണ് അവർ നിൽക്കുന്നത്. അവർക്കും ഇതുപോലെ ഒരുപാട് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരുപാട് കൊള്ളാമെന്ന് ഞാൻ ഇടയ്ക്ക് പൃഥ്വിരാജുമായിട്ട് സംസാരിക്കുമ്പോഴും പുള്ളിയും പറഞ്ഞതുപോലെ അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നു, നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇതിനേക്കാളും 10 മടങ്ങ് നിലവാരമുള്ള ഒരുപാട് സബ്ജക്റ്റുകളുള്ള ഒരുപാട് പേര് പുറത്ത് നിൽപ്പുണ്ടായിരിക്കും. അവർക്ക് നമ്മളിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല, നമുക്ക് അവരെ പിക്ക് ചെയ്യാനും പറ്റുന്നില്ല. അതൊരു അവർക്ക് തന്നെ ബോധ്യമുണ്ട് ആ ഒരു റിയാലിറ്റിയെ പറ്റി. അപ്പം അതൊരു ഒരു ഒരു ആ ആ വസ്തുതയുടെ ഒരു പ്രശ്നമാണ്. അതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിപ്പോഴും എല്ലാവരും നേരിടുന്ന ഒരു സംഗതിയാണ്.